വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു 1 ഡേ ടൂർ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഫ്രൈ ചെയ്തു. അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്തു വണ്ടിയിലേക്ക് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളെ സ്ഥലം എത്തി. വേളിയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. കുട്ടികളൊക്കെ വളരെ എൻജോയ് ആയിട്ട് കളിച്ചു. സ്കൂളൊക്കെ അടപ്പില്ല, അതുകൊണ്ട് അവർക്ക് കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് നേരം അവരുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ആയിട്ട് പോയി. അവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഒരു വൈകുന്നേരമൊക്കെ ആയി. അവിടുത്തെ ആ പുഴയും നല്ല ഒരു ക്ലൈമറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് റൈഡ് തന്നെ ഉണ്ടായിരുന്നു അവിടെ റൈഡ് ചെയ്യാനായിട്ട്. കുട്ടികൾക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അതുകൊണ്ട് അവരതിലേക്കായിട്ടുള്ള ടൈമൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ബാക്കി ബിരിയാണി ഉണ്ടായിരുന്നു, അതിന് ആവി ഏറ്റാനായിട്ട് ഞാൻ പോവുകയാണ്. രാത്രിത്തേക്ക് ബിരിയാണിയാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാംഗോ ജ്യൂസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല പൊളിച്ച് മാങ്ങയാണ്, നല്ല പഴുത്ത് തോലൊക്കെ നമുക്കിങ്ങനെ ഉലിച്ചെടുക്കാം. ഇങ്ങനെ അരിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തോല് ഉലിച്ചെടുക്കാം. നല്ല റെഡ് കളറിലിരിക്കണം. അങ്ങനെ ഉലിച്ചപ്പോഴത്തേക്ക് ഒന്ന് ഞാൻ ഉലിച്ചിട്ടുണ്ട്. അങ്ങനെ 3 മാങ്ങേനെ ഇവിടെ ക്ലീനാക്കി തൊലിയൊക്കെ ഒലിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്നെ ഇതിൻ്റെ പൾപ്പൊന്ന് എടുക്കാം. നല്ല പഴുത്തതുകൊണ്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനിയിങ്ങനെ ചുരണ്ടിയാണ് ഞാൻ എടുത്ത് പാത്രത്തിലേക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാം അതിൻ്റെ പൾപ്പൊക്കെ എടുത്ത് ഞാൻ വെച്ചിരിക്കുന്നു. ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ നല്ല പൾപ്പായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണുത്ത പാലുണ്ട്, നല്ല കട്ടപ്പാൽ. ഞാൻ ഐസ് പോകാനായിട്ട് വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഐസൊക്കെ മാറി. അങ്ങനെ അത് ഞാൻ ഇതിലേക്ക് ഒരു കവർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ചിൽഡായിട്ടിരിക്കും. അപ്പോൾ ഈ ചൂടുകാലത്ത് ഇതുപോലത്തെ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ നല്ലൊരു നമുക്ക് ചില്ലായിട്ടിരിക്കും, ആശ്വാസമാണ്. അങ്ങനെ നമ്മുടെ മാംഗോ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ മാംഗോയുടെ ഈ റെസിപ്പീനെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.